ഹണി റോസ് കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്ത് 3-4 ദിവസം കൊണ്ട് വിധിയും വന്നു. ആ പാവം പിടിച്ച പോച്ച അതിൻ്റെ ഉള്ളിലും പോയി. ഇപ്പം ഞാൻ കൊടുത്തതിന് ഒരു ഇതുമില്ലേ, എനിക്കൊരു ഇതുമില്ല, ന്യായമില്ലേ. ഞാനിപ്പോൾ വിചാരിക്കുന്ന എൻ്റെ വീഡിയോ അതിന് സംഭവിച്ചു. ഞാൻ ചെയ്യുന്ന വീഡിയോ കൊണ്ട് ഞാൻ കേൾക്കാൻ റെഡിയാണ്. പക്ഷേ ഞാനൊരു അമ്മ എന്ന നിലയ്ക്ക് എനിക്ക് എൻ്റെ കൊച്ചിനെതിരെ വന്ന ഈ വക വൃത്തികെട്ട ചോദ്യങ്ങൾക്കെതിരെ ഞാൻ കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കുന്നല്ലേ. നമ്മുടെ മക്കളെല്ലാവരും വളർന്നുകൊണ്ടിരിക്കുക, എല്ലാവർക്കും കുടുംബം ഉണ്ടാവും. അപ്പോൾ ആർക്കും ഒരു അവസ്ഥ അങ്ങനെ വരാതിരിക്കട്ടെ. വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് താങ്ങാനാവത്തില്ല. അത്രയ്ക്ക് വിഷമിച്ചാണ് ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ പോയത്. അപ്പോൾ അവർക്കത് തമാശയായിരുന്നു. അവർ വനിതാ പോലീസ് വരെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ചിരിക്കുമായിരുന്നു നമ്മളെ കണ്ടിട്ട്. എന്താണെന്ന് നമുക്കറിയത്തില്ല. ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ടുകൊണ്ടാണോ, ഇനി ഞാൻ ഇടുന്ന ഫോട്ടോസ് കണ്ടുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഈ കംപ്ലൈന്റ് കൊടുത്ത സമയത്ത് മക്കളുടെ ഭാഗത്ത് നമുക്ക് അവരെന്നോട് വീട്ടിൽ വിളിച്ച് പറഞ്ഞ അച്ഛൻ എന്നെ വീട്ടിൽ വിളിച്ചു. ഞാൻ ഭയങ്കര സാഡായിട്ടിരിക്കുക കഴിഞ്ഞ ദിവസം. സാഡായിട്ടിരുന്നപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞത്, എടി കൊച്ചേ നീ എന്തെടുക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ട്. അപ്പം പറഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോടി, നീ കൊണ്ട് കൊടുക്കാൻ നോക്കി, എന്തിനാണ് നമ്മളെ കൊച്ചിനെ പറയുന്ന കാര്യം. കൊച്ചിനോട് വിളിച്ചപ്പോൾ പറഞ്ഞു, അമ്മ ഒന്നും പേടിക്കണ്ട, അമ്മ അപ്പം തളരാതിരിക്കുക, മുന്നോട്ട് പോവുക, ഞങ്ങളിതൊന്നും ബാധിക്കുന്ന കാര്യമേ ഇല്ല, ഞങ്ങളിതൊന്നും ബാധിക്കുന്ന കാര്യമല്ല അമ്മ, നിങ്ങൾ അതിന് വെറുതെ കയറി ഇറങ്ങിയിട്ട് വെറുതെ സമയം കളയണ്ട. അവരൊക്കെ ന്യൂജൻ പിള്ളേരൊക്കെയാണ്, വെറുതെ കയറി ഇറങ്ങി സമയം കളയേണ്ട ആവശ്യമൊന്നും, നിങ്ങളുടെ വീഡിയോ ആയിട്ടൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകും, നമുക്ക് ആരാമേ കാശ് കൊണ്ട് തരാനുള്ള, പിന്നെ എൻ്റെ പപ്പയുടെ അമ്മയുടെ കഷ്ടപ്പാടൊക്കെ ഞങ്ങൾക്കറിയാം എന്നാണ് മക്കൾ പറഞ്ഞത്. അപ്പത്തേനും പറഞ്ഞു, ഇനി കൊടുത്തില്ലേ ബാക്കി എന്തായാലും മുന്നോട്ട് പോകും, ഞങ്ങൾ എന്തായാലും കൂടെ കട്ടയ്ക്ക് ഉണ്ടാവും. അച്ഛനും മക്കളും ഇങ്ങനെ തന്നെ എൻ്റെ കൂടെ പറയുന്നത്. മോള് +1 പഠിക്കുന്നു, 15 വയസ്സ് കഴിഞ്ഞ് 16ാമത്തെ വയസ്സ്. എതിരെയല്ല, ഞാൻ എൻ്റെ മൈനറായ മോൾക്കെതിരെ പറഞ്ഞതിനാണ് ഞാൻ കംപ്ലൈൻറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോയ്ക്കുള്ളത് ഞാൻ തന്നെ അനുഭവിക്കണം. അതെങ്ങനെയൊക്കെ പറയുമെന്ന് പറഞ്ഞാലും ഞാൻ തന്നെ അനുഭവിക്കാൻ ഞാൻ റെഡിയാണ്. എന്നെ പറയുന്നത് ഞാൻ ഏറ്റെടുക്കാൻ റെഡിയാണ്. പ്രേക്ഷകരെ നിങ്ങൾ തന്നോളൂ, ഞാൻ മേടിക്കാൻ റെഡിയാണ്. പക്ഷേ എൻ്റെ ഫാമിലി തൊട്ട് കളിക്കരുത്, അത്രയും മാത്രമേ ഉള്ളൂ. എൻ്റെ മൈനറായ മോള് ഒക്കെ പഠിക്കേണ്ട, നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾ പഠിച്ചോട്ടെ. പിന്നെ അച്ഛനും അമ്മയും അവർ സാധാരണ എല്ലാ കൃഷിപ്പണിക്കാരൊക്കെയാണ്. അപ്പോൾ അവരവരുടെ വഴിക്ക് ജീവിച്ചോട്ടെ. ഞാൻ അവരൊന്നും എൻ്റെ വീഡിയോയ്ക്കകത്തിരുന്ന് ഞാൻ അങ്ങനെ ഉൾപ്പെടുത്താറോ ഒന്നുമില്ല. അപ്പം എന്നെ പറയാനുള്ളത് എന്നെ പറയാം. പിന്നെ കമൻറ്റ് ബോക്സിൽ ഇടുമ്പോഴൊക്കെ കുറച്ച് സ്റ്റാൻഡേർഡ് വാക്കുകളൊക്കെ യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം. നമുക്കിപ്പോൾ അല്ലെങ്കിൽ ഈ ചക്കപ്പുഴുക്കും കാന്താരി ചമ്മന്തിയൊന്നും നമുക്ക് ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടാനൊന്നുമില്ല. ഇതിൽ കിട്ടുന്ന ക്യാഷ് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കണം, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ചീത്ത വിളിച്ചോ, മനസ്സ് വിഷമിക്കാത്ത തരത്തിലുള്ള ചീത്ത വിളികൾ എല്ലാവർക്കും വിളിക്കുക, ആർക്ക് വേണമെങ്കിലും വിളിക്കുക. ഇപ്പോഴും ഞാൻ എൻ്റെ കണ്ടൻറ്റും എൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ മുന്നോട്ട് പോകും. അപ്പോൾ അത് കാരണം കൊണ്ട് വൃത്തികെട്ട രീതിക്കുള്ള വാക്കുകളൊക്കെ ഒന്നും ഉപയോഗിക്കാതെ ചീത്തകൾ പറയുക. ആർക്കിപ്പോൾ ഞാനിടുന്ന വീഡിയോ എല്ലാവരും കാണണം, എല്ലാവരും ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമില്ല. ബഹുജനം പലവിധം, പല അഭിപ്രായങ്ങളുണ്ടാവും. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ മൈനറാകാത്ത മോൾക്കെതിരെ വൃത്തികെട്ട രീതിക്കുള്ള വേർഡ്സ് പറഞ്ഞതുകൊണ്ടാണ്. അതെൻ്റെ ലൈവിൽ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ കണ്ണിൽ കണ്ടതുകൊണ്ടാണ്. അടുത്ത കമൻറ്റ് ബോക്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് പല വൃത്തിയായിട്ട് രീതിക്കുള്ള കമൻറ്റ്. അപ്പോൾ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. അപ്പം ഇത് ഞാൻ എന്തായാലും ഇതിനു വേണ്ടി ഞാൻ പോരാടാൻ തന്നെ റെഡിയാണ്. അപ്പോൾ സ്റ്റേഷനിൽ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അത് കംപ്ലൈൻറ്റ് സ്വീകരിച്ചു, നമുക്ക് മെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സൈബറിലേക്ക് കൈമാറിയെന്നും പറഞ്ഞിട്ട് നമുക്ക് കോള് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം, അത്രയെങ്കിലും ആയല്ലോ. ഞാൻ സാധാരണ ഒരു പെണ്ണായി എന്നെക്കൊണ്ട് ഇത്രയെങ്കിലും ആയല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അല്ല, ഇനി സൈബറിൽ നിന്നാണ് മൊഴി എടുക്കാൻ വേണ്ടി വരുന്നത്. സൈബറിൽ നിന്നുള്ളത്, മറ്റേടത്തെ മൊഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞായിരുന്നല്ലോ. അപ്പം സൈബറിൽ നിന്ന് നമുക്ക് അവർ മൊഴിയെടുക്കാൻ വരും എന്നാണ് പറഞ്ഞത്. ഉണ്ടാവും. നമ്മുടെ വക്കീൽ നമ്മുടെ ചങ്ക് തന്നെയാണ്, നമ്മുടെ ഫ്രണ്ടാണ്. അദ്ദേഹം പറഞ്ഞു ഈ നീതിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവർക്കും കുടുംബമുള്ളവരാണ്, എല്ലാവർക്കും. ഇപ്പോൾ എത്ര നല്ല ഡ്രസ്സ് ഇട്ട് നടന്നാലും അവർക്കും നെഗറ്റീവുകൾ വരും. ഇപ്പോൾ നല്ല നല്ല വീഡിയോസ് ചെയ്തിരുന്ന ആൾക്കാർക്കും അതിൻ്റെ അടിയിൽ നെഗറ്റീവ് ഇഷ്ടം പോലെയുണ്ട്. അതുകൊണ്ട് അവനവൻ്റെ ഏത് കുടുംബത്തിലാണെങ്കിലും സംഭവിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണിത്. ഒരു കുടുംബത്തിനെ പറ്റി ആർക്ക് പറഞ്ഞാലും ആർക്ക് സഹിക്കത്തില്ല. അപ്പോൾ എല്ലാവർക്കും കുടുംബത്തിന് വാല്യൂ കൊടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വക്കീൽ നമ്മളോട് പറഞ്ഞു, ഞാൻ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിപ്പോൾ സപ്പോർട്ട് പിന്നെ വേറെ എന്താ വേണ്ടേ? ഈ അവരോട് നമുക്കൊന്നും പറയാനില്ല, അവർ തുടർന്നോട്ടെ. അവരോടൊന്നും പറഞ്ഞ് അവർ നന്നാക്കാൻ നമുക്ക് പറ്റത്തില്ല. എനിക്ക് നന്നാക്കാൻ പറ്റുമോ? എന്നെ ഉപദേശിക്കുന്ന, എനിക്ക് ഇത്രയും പ്രായമായി എന്നെ ഉപദേശിക്കുന്നത് എനിക്കിഷ്ടമാണ്. അതുപോലെ തന്നെയല്ല എല്ലാവരും. പക്ഷെ അവിടെ മാന്യമായിട്ടുള്ള കമൻറ്റുകൾ, പോടീന്നോ അമ്മായിന്നോ അല്ലെങ്കിൽ ഇറങ്ങിപ്പോടീന്നോ പട്ടീന്നോ അതൊക്കെ വിളിച്ചോ, നമുക്ക് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ വൃത്തികെട്ട രീതിക്കുള്ള ഈ പാർട്സിൻ്റെ, ശരീരത്തിൽ ലേഡീസിൻ്റെ പാർട്സ് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കുറയ്ക്കുക, അത്രേ ഉള്ളൂ. ബാക്കി കമ്പനി നിങ്ങൾ അയക്കുമോ, ചെറുപറ അയക്കുമോ, നമുക്കിതൊന്നും പ്രശ്നമേ അല്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ഈ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഞാൻ കൊണ്ടുപോയി പറഞ്ഞത് എൻ്റെ കംപ്ലയിൻറ്റ് എന്തായിരുന്നു ചോദിച്ചത്. അപ്പോൾ അവിടെ ചെന്നാൽ ഇപ്പോൾ സാറിനാണെങ്കിൽ ഒന്നും അറിയത്തില്ല. സാറാണെങ്കിൽ അവിടെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം സാറിനോട് ചോദിച്ചപ്പോൾ സാർ എന്നോട് യൂട്യൂബിൽ എങ്ങനെ ഇൻകം കിട്ടുന്നത്, യൂട്യൂബിൽ എത്ര രൂപ കിട്ടും, ഇതൊക്കെയാണ് സാറിന് അറിയേണ്ട കാര്യങ്ങൾ. അപ്പം എൻ്റെ മാനസികാവസ്ഥ സാർ ചിന്തിക്കണേ ഇല്ല. അവർക്ക് ഇതൊക്കെ തമാശയായിരിക്കും, പക്ഷെ എൻ്റെ ലൈഫ് തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് എടുക്കും. അതെ, നല്ല രീതിയിലുള്ള ഒരു വിധി വന്നതിന് ശേഷമാണോ ഇത് പോയിട്ട് ഇങ്ങനെ
ഈ കേസിന് ഇത്രത്തോളം ഞാൻ കൊടുത്ത കേസിന് ഇത്രത്തോളം പ്രാധാന്യം അതെ, അതെ. നീതി കിട്ടുന്ന തോന്നലപ്പോഴാണ് ഉണ്ടായത്. അതെ, ഞാൻ എൻ്റെ കുടുംബത്തിനെതിരെയുള്ള ഈ ഒരു വൃത്തികെട്ട രീതിക്കുള്ള കമന്റ് നിർത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെന്നത്. ഹണി റോസ് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും വലിയൊരു സംഭവമാണല്ലോ, ഞാൻ കൊടുത്തിട്ട് ഒരു പുല്ല് വില പോലും തരാതിരുന്നൊരു തോന്നലുണ്ടായി. പിന്നെ മാനസികമായിട്ട് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. അതെനിക്കറിയില്ലല്ലോ, എനിക്കറിയില്ല അതിനെപ്പറ്റി. കാരണം ഇപ്പോൾ ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഓരോ ആൾക്കാരുടെ പേഴ്സണലി ഉള്ള കാര്യങ്ങളാണ്. ഞാനിവിടെ അവിടെ ചെന്നിട്ട് അവർ എന്തുകൊണ്ടാണ് എൻ്റെ കേസ് എടുക്കാത്തതോ അല്ലെങ്കിൽ എനിക്കറിയാൻ പാടില്ല കേട്ടോ. അതെ, എനിക്കതറിയില്ല എന്താണ്, അതെനിക്കറിയാൻ പാടില്ല. എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഞാനും പെണ്ണ്, ഹണി റോസും പെണ്ണ്. പിന്നെ ഹണി റോസിനെ എല്ലാവർക്കും അറിയാം, എന്നെ ആർക്കും അറിയത്തില്ല. ഇനി വളരെ തുച്ഛമായ കുറച്ച് പേർക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ സെലിബ്രിറ്റി അല്ല. ഇനിയിപ്പോൾ സെലിബ്രിറ്റി ആയിട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി പോയി വലിയ വലിയ സിനിമയൊക്കെ ചെയ്ത് ഇനി വീണ്ടും നമുക്ക് പോകാനൊന്നും പറ്റത്തില്ല. അപ്പം നമുക്ക് ജീവിക്കണം. നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ തന്നെയാണല്ലോ. ഒരു പെണ്ണിന് ഇഷ്ടമുള്ള വീഡിയോ, അവളുടെ ഫാമിലിയൊക്കെ സപ്പോർട്ടായിട്ടിരിക്കുന്ന ഒരു പെണ്ണ് വന്ന് ഇഷ്ടമുള്ള വീഡിയോ ചെയ്യുന്നു പറഞ്ഞ് എന്നെ കൊണ്ട് തൂക്കിലൊന്നും ഏറ്റിട്ടില്ലല്ലോ. അപ്പോൾ ഈ തെറി വിളിക്കുന്ന ആൾക്കാർ മൊത്തത്തിൽ എന്നെ മാത്രമല്ല കേട്ടോ, ഒരുപാട് ലേഡീസ് ലൈവ് ഇടുന്നൊക്കെ ഒരുപാട് ലേഡീസ് ഉണ്ട്. അവരൊക്കെ വന്ന് എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ ലൈവിലിരിക്കുമ്പോൾ ചേച്ചി ഞങ്ങൾക്ക് വൃത്തികെട്ട രീതിക്കുള്ള കമൻറ്റ് വരുമ്പോൾ ഞങ്ങൾ ബ്ലോക്ക് ചെയ്ത് വിടുവാന്ന്. പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ, എന്നെപ്പോലെ ഹണി റോസിനെ പോലെയൊക്കെ എല്ലാ ലേഡീസും ഇതുപോലെ വരുവാണെങ്കിൽ ഈ പോലീസ് സ്റ്റേഷനൊന്നും പോകരുത് കേട്ടോ. പുല്ല് വില കിട്ടത്തില്ല. നേരെ മുകളിലേക്ക് കംപ്ലയിൻറ്റ് കൊടുത്തേക്കുക. നേരെ മുകളിലേക്ക് കംപ്ലയിൻറ്റ് കൊടുക്കുക. വിധി എന്തായാലും നീതി നമുക്ക് കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. എനിക്ക് നീതി കിട്ടിയിട്ടില്ല, കിട്ടുന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം എനിക്ക് റിപ്ലൈ വന്നു, മെയിൽ അയച്ചത് അക്സെപ്റ്റ് ചെയ്തു, കേസ് ഇതായെന്നും പറഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു, സൈബിലേക്ക് കൊടുത്തു എന്നും പറഞ്ഞു. ഇത്രയും എന്നെ കൂടി ചെയ്യാൻ പറ്റിയിട്ടില്ലേ? സാധാരണ ഒരു പെണ്ണെ എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയല്ലോ, അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. അതെ, അത് തീർച്ചയായിട്ടും നല്ലൊരു പോയിന്റാണ്. സാധാരണക്കാരന് നീതി കിട്ടാൻ മാത്രമല്ല ആൾക്കാരുടെ ഇടയിലും വിലയില്ല. ഇനിയിപ്പോൾ ഞാൻ തന്നെ കുറച്ച് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവളാരാ, ഇതാരാ, ആ പറഞ്ഞേക്കുന്ന ആൾക്കാർ എൻ്റെ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ചേച്ചി സൂപ്പറാണ്, പുലികളി വീഡിയോ കണ്ടായിരുന്നു, പുലികളി സൂപ്പറായിരുന്നു എന്നും പറഞ്ഞ് എൻ്റെ ഇൻബോക്സിൽ എനിക്ക് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്നോട് കമൻറ്റ് ബോക്സ് ഇവളാരാ, ഇവളേതാ? അപ്പം ഞാൻ പറഞ്ഞു അന്നും ചെയ്തില്ല, ഈ സ്ക്രീൻഷോട്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് അതിൻ്റെ അടിയിൽ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അയ്യോ ചേച്ചി ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞാണെന്ന് ഇടുന്ന വീഡിയോയ്ക്ക് കൂടുതൽ നെഗറ്റീവ് കമന്റ് ആണോ പോസിറ്റീവ് കമന്റ് ആണോ? അയ്യോ അങ്ങനെ ചോദിക്കരുത്. രണ്ടും ഉണ്ട്. എന്തോ മെജോറിറ്റി ഓഫ് കമന്റ്സ് എങ്ങനെയാ വരുന്നത് എന്ന് വെച്ചാ കൂടുതൽ ആൾക്കാർ നെഗറ്റീവ് ആണോ ഈ വീഡിയോയ്ക്ക്? സപ്പോർട്ടും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. രണ്ടും ഈക്വലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പടിക്ക് കൂടുതൽ തെറിയാന്നേ ഉള്ളൂ. നെഗറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ല, തെറി. നെഗറ്റീവ് എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ നിങ്ങളുടെ വീഡിയോ മോശമായി പോട്ടോ, ഇത് കൊള്ളൂല കേട്ടോ, ഇത് ഇനി ഒന്ന് ശ്രദ്ധിക്കണ നിമിഷ, ഇതൊക്കെയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം, നമുക്ക് കാണാം. ഇത് സരിഗമ പദനി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കഴിയില്ലാന്ന് കഴിയും 100% കഴിയും. അത് അവർ എങ്ങനെ ഡിലേറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും സൈബർ സെല്ലുകാർ അത് പൊക്കിയിരിക്കും. അതൊന്നും ആരും ഫേക്ക് ഐഡി ഒന്നും ഇനി തുടങ്ങിക്കൊണ്ട് വരണ്ട. എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഉള്ളത് മുഖത്ത് നോക്കി പറയാം. ഞാൻ അങ്ങനെയാണ് ഉള്ളത്, എൻ്റെ ഒറിജിനൽ മുഖത്ത് നോക്കിയിട്ട് ഞാൻ എല്ലാവരും മുന്നിൽ നിന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അന്നത്തെ ആ സംഭവം അത് എനിക്ക് മാനസികമായിട്ട് ഞാൻ ഒത്തിരി തളർന്നിരിക്കുന്നതാണ്. അന്ന് തീരെ എനിക്ക് വയ്യായിരുന്നു കേട്ടോ. എനിക്ക് പനിയും ചുമയൊക്കെ ആയിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയപ്പോൾ അതിനുള്ള കമൻറ്റുകൾ ഞാൻ കണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ വയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ കളിയാക്കിയ ആൾക്കാർ. അപ്പം എൻ്റെ ഹസ്ബൻഡിനല്ല, ലോകത്തുള്ള എല്ലാ ആണുങ്ങൾക്കും അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്കും വയ്യാഴി വന്നാൽ അവനവൻ്റെ കുടുംബത്തിലിരിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം അറിയത്തുള്ളൂ. നീ ഈ കമൻറ്റ് പറയുന്ന ആൾക്കാർക്കൊന്നും വരാതിരിക്കട്ടെ. ഞാൻ സർവേഷനോട് പ്രാർത്ഥിക്കാം, നിങ്ങളൊക്കെ പൂർവാധികം ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ. പക്ഷെ കളിയാക്കരുത്. കാരണം എല്ലാവർക്കും ഇപ്പോൾ എല്ലാ സൗന്ദര്യം ഒരുമിച്ചൊന്നും കിട്ടത്തില്ല. പല ആൾക്കാരാണ്, പല അമ്മയുടെ അപ്പൻ്റെ വയറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ചില ആൾക്കാർക്ക് ഇച്ചിരി ക്ഷീണം ഉണ്ടാക്കും, ചില ആൾക്കാർക്ക് ഇച്ചിരി വണ്ണം വെക്കും. ഇതൊക്കെ പല രീതിക്കുള്ള മൈൻഡും പല രീതിക്കുള്ള ക്യാരക്ടറും ഒക്കെ അല്ലേ. അപ്പം എല്ലാവരും ഒന്ന് അവനവൻ്റെ കുടുംബത്തേക്ക് നോക്കുക. ആദ്യം അവനവൻ്റെ കുടുംബമൊക്കെ നന്നാക്കുക. ഈ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ കുടുംബത്തിനെയും കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ ആരെയും കാൽച്ചോട്ടിലോ ആരെയും താങ്ങാനോ ഞാൻ നിൽക്കത്തില്ല. ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യത്തിൽ അതാണ് പ്രശ്നം. ഡ്രസ്സിൻ്റെ കാര്യത്തിൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇപ്പം ഞാൻ എൻ്റെ ദാരിദ്ര്യമൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരും വന്ന് എന്നെ കളിയാക്കത്തുള്ളൂ. എനിക്ക് ദാരിദ്ര്യം പറയാൻ നേരമൊന്നുമില്ല. ഇനി ഞാൻ എന്തായാലും മുന്നോട്ട് തന്നെയാണ്. ഇനി ഇതിലും കുഞ്ഞ് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കാൻ പോകും. എന്താ സംഭവിക്കുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. ഇവർക്ക് കൂടി വന്ന കമൻറ്റ് എഴുതാനല്ലേ ഇവർക്ക് പറ്റത്തുള്ളൂ. അവർ എഴുതട്ടെ, മാക്സിമം എഴുതിക്കോട്ടെ, അവർക്ക് പറ്റുന്ന പോലെ അവർ ചെയ്തോട്ടെ. ഇത് ഞാൻ ചലഞ്ചായിട്ട് തന്നെ ഏറ്റെടുക്കുവാണ്. ഞാൻ ഇതിലും ചെറിയ ഡ്രസ്സ് ഇട്ടിട്ടാണ് ഇനി ഞാൻ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതുവരെ ശരിക്കും പറഞ്ഞ് ഞാൻ നേവൽ ഷൂട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോൺ വീഡിയോസോ അല്ലെങ്കിൽ ഇതുവരെ ഒരു എന്താ പറയുക ഇപ്പോഴും നേവൽ കാണിക്കുക ചേച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇൻബോക്സിൽ എന്തോ ഒരു മെസ്സേജ് എനിക്ക് വരുന്നതെന്ന് അറിയാമോ. പിന്നെ ഞാൻ ഇടുന്ന ഡ്രസ്സ് വൾഗർ അന്ന് കാണുന്നവരുടെ കണ്ണിൽ നല്ല കുരുവാണ്. ആ കുരു ആദ്യം മാറ്റിയിട്ട് മര്യാദയ്ക്ക് നോക്കി കണ്ട് വീഡിയോ കണ്ടാൽ മതി.
അല്ലാതെ ഇപ്പോൾ എന്നോട് ഇന്ന് എന്താ പറയുക ഇന്നൊരു കമൻറ്റിൽ എന്താ പറയുക എന്തോ പറഞ്ഞതിനും പറയും ഈ കയ്യിലും ബ്ലൗസൊക്കെ ഉടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. പണ്ടത്തെ കാലത്ത് ഈ കയ്യിലും ബ്ലൗസും തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അതുപോലും ഉണ്ടായിരുന്നു ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഇത് 2025 ന്യൂജൻ പിള്ളേരുടെ കാലഘട്ടമാണ്. ഇതിൻ്റെ ഇടയിൽ എന്താണ് തുണി എന്തുവാണ്? ഇപ്പോൾ ഒരാൾ വീഴുമ്പോൾ ചിലപ്പോൾ ഒരു ബിക്കിനിട്ട പെണ്ണാക്കി ഓടിപ്പോയി കൈ പിടിക്കുന്നത്. എന്നെ പിടിക്കണ്ട, എന്നെ രക്ഷിക്കണ്ട എന്ന് പറയുമോ? ഒരിക്കലുമില്ല. ചിന്താഗതി മാറേണ്ടതായിട്ടുണ്ടോ? ആ, ചിന്താഗതി മാറണം. അവർ ചിന്താഗതി മാറ്റാതിരിക്കും. എനിക്കിതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എന്നെ വെറുതെ വിടുമോ? ഫേസ്ബുക്കില്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് ഏറെക്കുറെ പകുതിയൊക്കെ സെറ്റാണ്. ന്യൂജൻ പിള്ളേരൊക്കെ നമ്മൾ പൊളി മക്കളാണ്, വൈബ് മച്ചന്മാരാണ്. ഈ കളവന്മാര് അതായത് ഞാൻ പറയാം ഒരു 40 വയസ്സ് തുടങ്ങി അതിന് മോളോട്ടുള്ള ചേട്ടന്മാർക്ക് വല്ലാത്ത സൂക്കേടാ, പറയാതിരിക്കാൻ പറ്റത്തില്ല, വല്ലാത്ത സൂക്കേടാ. പിന്നെ അവന്ന് വെച്ചാൽ അവരവരുടെ ഭാര്യനെ പറ്റിയൊക്കെ നമ്മൾ ഇപ്പം ഞാൻ യൂട്യൂബിൽ ലൈവൊക്കെ ചെയ്യുമ്പോഴേ എടി എനിക്ക് അത് കാണിക്കുമെന്ന് ചോദിക്കും. നമ്മൾ എന്താ ചേട്ടൻ്റെ വീട്ടിൽ ഭാര്യയില്ലേ ചോദിക്കാൻ, ചേട്ടൻ ഒന്ന് കാണിക്കു നോക്ക്, ബിക്കിനിട്ട് കാണാൻ ആഗ്രഹം എന്ന് പറയും. അപ്പം നമ്മൾ ചേട്ടൻ്റെ ഭാര്യ ഒരു ബിക്കിനിട്ട് ചേട്ടൻ കണ്ടു നോക്ക്. ഇങ്ങനെയുള്ള അതിൻ്റെയൊക്കെ നമ്മളിങ്ങനത്തെ അപ്പോൾ ഓൺ ദ സ്പോട്ടിൽ മറുപടി കൊടുക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ അങ്ങനെയൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേനും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ ഞാൻ തിരിച്ച് പറയുമ്പോൾ ഇവർക്കൊന്നും മിണ്ടല്ല. പിന്നെ ഇവരൊന്നും അങ്ങനെയൊന്നുമില്ല. പിന്നെ നമ്മുടെ വായിൽ നിന്നുള്ള മറുപടി കേൾക്കാൻ വേണ്ടി നമ്മളെക്കൊണ്ട് വൃത്തിയായിട്ട് രീതിക്കുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ വേണ്ടി പല രീതിക്ക് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ചോദിക്കുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് ശീലം, ഞാൻ 5 വർഷമായല്ലോ ഈ ഫീൽഡിൽ ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഈ 5 വർഷമായിട്ട് ഞാൻ എൻ്റെ ഒരു ലെവലിൽ വിട്ട് ഒരു വീഡിയോയോ ഒരു സൈറ്റോ അല്ലെങ്കിൽ ഈ ന്യൂഡിറ്റി ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല, ഞാൻ ചെയ്യത്തുമില്ല. പിന്നെ എന്താ പറയുക, എന്നിട്ട് എനിക്ക് കിട്ടുന്ന ഇതാണ്. പിന്നെ ഒന്ന് കാണിച്ചു നോക്കാന്നുള്ള തീരുമാനത്തിലാണ്. ആ, പിന്നെ തീർച്ചയായിട്ടും താക്കീതെന്നല്ല, ഞാൻ വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുകയാണ്. കമൻറ്റ് ഇട്ടോട്ടെ, നോ പ്രോബ്ലം. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിലിരിക്കുന്നവരെ ഉപദ്രവിക്കാതിരിക്കുക. അവർ കമൻറ്റ് ഇടുവോ കമൻറ്റ് ഇടാതിരിക്കുമോ, അതിനകത്ത് എന്ത് വേണേലും ആയിക്കോ, നോ പ്രോബ്ലം. എൻ്റെ കമൻറ്റ് ഞാൻ ഒരെണ്ണം ഇട്ട് കൊടുത്താൽ മതി. അതിൽ അവർ തമ്മിൽ പരസ്പരം ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ കിടന്ന് തർക്കിക്കുക. അതിൻ്റെ അടി കാണണം. ഒരൊറ്റ കമ്പനിയൊക്കെ അതിൻ്റെ അടിയിൽ 17, 20, 28, 30 എന്ന് പറഞ്ഞ് റിപ്ലൈകൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ഞാൻ ഇതെല്ലാം വായിച്ചുകൊണ്ട് എനിക്ക് കൂള് പോലെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഫാമിലിനെ ഉപദ്രവിച്ചാൽ അതിന് ഞാൻ എന്താണ് ഏതറ്റം വരെ ഞാൻ പോകാൻ പറ്റിയോ അവിടം വരെ പോകും. ഇപ്പോഴും എന്നോട് പറയാം, ഇന്നലെ 2 ദിവസം ആയുള്ളൂ ഈ സംഭവം ഉണ്ടായിട്ടോ. ആൾക്കാർ നീതി കിട്ടിയോ എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കല. അപ്പോൾ എന്തായാലും നീതി കിട്ടണം എന്നുള്ള വാശി തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതെ, തീർച്ചയായിട്ടും. കാരണം എന്നെപ്പറ്റി ഞാൻ സ്ഥിരം കേൾക്കുന്നല്ലേ, എനിക്കതൊന്നും എനിക്ക് ഇനിയിപ്പോൾ എന്നെ ആര് കെട്ടിക്കൊണ്ട് പോകാനാടേ? ഞാൻ ഇനി കല്യാണം കഴിക്കുന്നില്ല, എന്നെ ആര് കെട്ടിക്കൊണ്ട് പോകാനുമില്ല. എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ കെട്ടിനെ എന്നെ ഇനി ഉപേക്ഷിച്ച് പോകത്തുമില്ല. എത്രയൊക്കെയാണെന്ന് പറഞ്ഞാൽ എന്നെ ഉപേക്ഷിച്ച് പോകത്തില്ല. 10-16 വർഷത്തോളം ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ജീവിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ തമ്മിലൊരു വഴക്കോ വയ്യാവിലിയോ ഒന്നും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്നെ എന്തായാലും ഇനി കെട്ടാനും പോകുന്നില്ല, പെണ്ണ് കാണാനും പോകുന്നില്ല. എനിക്കിനി സ്വഭാവ സർട്ടിഫിക്കറ്റ് എല്ലാം കൂടെ പുഴുങ്ങിക്കൊണ്ട് വീട്ടിൽ വെച്ചിട്ട് അടയുണ്ടാക്കി കഴിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എനിക്കൊരു തേങ്ങയില്ല. കാരണം എൻ്റെ വീട്ടുകാർക്കറിയാം ഞാൻ ആരാണെന്ന്, എൻ്റെ മക്കൾക്കറിയാം ഞാൻ ആരാണെന്ന്, എൻ്റെ കഴുത്ത് താലി കെട്ടി എൻ്റെ ഹസ്ബൻഡിനെ അറിയാം. ഇത് മതിയോ നമുക്ക്? നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ കൂടെ നിന്നാൽ പോരെ? അതില്ലേ? ഇല്ല, അവർ ഇതിനൊന്നും ഇടപെടുത്താടേ ഇല്ല. അവർ അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നാട്ടുപുറമാണ്. അവരുടെ ലൈഫിൽ അവർ ഹാപ്പിയാണ്. പിന്നെ ടീച്ചേഴ്സൊക്കെ, സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ എനിക്ക് സപ്പോർട്ടാണ്. അത് മതിയല്ലോ നമുക്ക്. ടീച്ചേഴ്സാണെങ്കിലും പറയും, ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ വീഡിയോ. ഞാൻ ചെല്ലുമ്പോൾ തന്നെ ടീച്ചർമാർക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. ഞങ്ങൾ കാണാറുണ്ട് വീഡിയോ, മോളെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും, കൊടുക്കുന്ന മറുപടിയൊക്കെ സൂപ്പറാണ്. ലൈവിലൊക്കെ യൂട്യൂബിൽ ഇരിക്കുമ്പോൾ അങ്ങനെ മറുപടിയൊക്കെ പറയുമ്പോൾ ടീച്ചർ പറയും നല്ല രീതിക്ക് പൊക്കോ, മുന്നോട്ട് പൊക്കോ. ആരും നമുക്ക് ഒരു നേരത്തെ ആഹാരം കൊണ്ടു തരാനില്ല, നിങ്ങൾ നല്ല പോക്കും. മോള് നന്നായിട്ട് പഠിക്കും. മോളെ പറ്റിയൊക്കെ എനിക്ക് നല്ല അഭിമാനം കേട്ടോ. സ്കൂളിൽ ചെല്ലുമ്പോൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവരാകപ്പാടെ എന്നോട് പറഞ്ഞേക്കുന്നത് പപ്പയും അമ്മയും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഞങ്ങൾ കാത്തു സൂക്ഷിച്ച് കൊണ്ടുപോകുന്നുമുണ്ട്. അച്ഛനാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. എല്ലാവരും നല്ല സപ്പോർട്ടാണ്, ഫാമിലിയായിട്ട് പുറത്ത് സപ്പോർട്ടാണ്. അയ്യോ, അതൊന്നും പറയാൻ പറ്റത്തില്ല. നാളെ ഇനി ഇതിൻ്റെ പേരിലാക്കി എനിക്ക് എൻ്റെ അമ്മ ഓർക്കാൻ വയ്യ. അങ്ങനെയൊന്നും പറയല്ലേ, കെട്ടിയവന് വയ്യാന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു പെണ്ണിൻ്റെ അവസ്ഥയാണ് കേട്ടോ. ഇന്നല്ലെങ്കിൽ നാളെ ആർക്ക് സംഭവിക്കാമെന്നൊരു അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അപ്പത്തേനും കെട്ടിയവന് വയ്യ. ഇപ്പം ഞങ്ങളെന്ത് ചെയ്യണം? അതിന് നീ അവനെ കൊണ്ട് ഉപേക്ഷിക്കടി. എന്നിട്ട് ഇൻബോക്സിൽ വന്ന് ചോദിക്കുന്ന, നീ അവനെ കളഞ്ഞോ, അവന് വയ്യല്ലോ, വാ നിനക്ക് ഞാൻ ജീവിതം തരാം. ഇതൊന്നും പറയുന്നതിന് ആർക്കും ഒരു കുഴപ്പമില്ല. ജീവിതം തരാൻ വേണ്ടി എത്ര പേരാ. പിന്നെ കുറച്ച് ലേഡീസിൻ്റെ കാര്യത്തിൽ അതെനിക്കറിയത്തില്ല, എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അതിന് ജീവിതം തരാനാണോ എന്തുവാണെന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ ഉദ്ദേശമൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എന്താ പറയുക, കുറച്ച് ലേഡീസ് ഉണ്ട്. അപ്പം ഒരു സമയത്ത് എന്നോട് 500 രൂപ കടം ചോദിച്ചു. അപ്പോൾ 500 രൂപ എന്നോട് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തരാൻ പറ്റത്തില്ലടാന്ന് പറഞ്ഞു. ലേഡീസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ കുലസ്ത്രീകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, കുലസ്ത്രീ. അപ്പം 500 രൂപ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എൻ്റെ ഈ തരാനൊന്നുമില്ല, ഇപ്പോൾ ഇല്ല, എന്തായാലും ഉണ്ടാവട്ടെ എന്നിട്ട് ഞാൻ തരാം. ഇപ്പം ഞാൻ ആകെപ്പാടെ ടൈറ്റിലാന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഞാനൊരു പേജിൽ എൻ്റെ ഫോട്ടോ, ഞാനിങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്ത ഫോട്ടോ ഞാനൊരു പേജിലിട്ടു. അതിൻ്റെ അടി വന്ന് കമൻറ്റ് ഇട്ടൊക്കെ പുള്ളിക്കാരി.
അല്ലേലും നിനക്ക് ഒരു എല്ല് കൂടുതലാണ്, നിൻ്റെ ഡ്രസ്സ് അല്ലേലും ഭയങ്കര ഇതാ, അപ്പം നിൻ്റെ ഈ ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് എല്ലാവരും ഇതൊക്കെ നേരിടാൻ റെഡിയാണെങ്കിൽ മാത്രമേ നീ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. ആ ചേട്ടനൊക്കെ എന്തോരം കമൻറ്റാണ് പറയുന്നത്. അപ്പോൾ ഈ പൈസ 500 രൂപ വന്ന്, വെറും 500 രൂപ വന്ന് കമൻറ്റ് ചോദിച്ച് ആ പൈസ എന്നോട് ചോദിച്ചു, അവൾക്ക് എൻ്റെ ഡ്രസ്സിൻ്റെ നീളം അന്ന് അവൾ നോക്കിയില്ലേ. ഇതേ ഡ്രസ്സ് തൊട്ട് ഇരിക്കുമ്പോൾ ഇതേ വീഡിയോ ചെയ്യുന്ന എന്നോട് വന്നിട്ട് 500 രൂപ കടം ചോദിച്ചു. അപ്പോൾ 500 രൂപ ഞാൻ കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ കൊള്ളിയില്ലാത്തവളായി. അപ്പോൾ ഞാൻ തിരിച്ച് റിപ്ലൈ ഇട്ട് കൊടുത്തപ്പോൾ പുള്ളിക്കാരി ബ്ലോക്ക് ചെയ്ത് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വാട്സപ്പിൽ എൻ്റെ സ്റ്റാറ്റസ് ഡെയിലി കണ്ടിട്ട് ചൂപ്പർ എന്നുള്ള കമൻറ്റ് ഇല്ലേ, അതും കൂടി ഒന്ന് ബ്ലോക്ക് ചെയ്തേക്കിട്ടോ, ആ വാട്സപ്പും കൂടി ഒന്ന് ബ്ലോക്ക് ചെയ്തേക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കമൻറ്റ് റിപ്ലൈ ഞാൻ കൊടുക്കുകയും ചെയ്തു. അപ്പം ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സഞ്ചറിലോ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ ഈ തെറി ഇട്ട് കഴിയുമ്പോൾ ഇവർ വിചാരം എന്താണെന്നറിയാം, നമ്മളത് കാണും, നമ്മൾ റിപ്ലൈ കൊടുക്കും. അങ്ങനെ കുറേ കിളി പോയി അതുങ്ങളുണ്ട്. ഈ ആൾക്കാരുടെ ഫ്രസ്ട്രേഷൻ മൊത്തത്തിൽ തീർക്കാനുള്ള ഒരു സ്ഥലമാണോ ശരിക്കും കമന്റ് ബോക്സ്? അങ്ങനെയാണോ? അത് ഓരോ ആൾക്കാരുടെയും ഓരോ അവസ്ഥകൾ തീർക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ശരിക്കും പറഞ്ഞ ചിരി വരും. അതെ 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 ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ പറയും ചില കമൻറ്റ് കാണുമ്പോൾ എനിക്ക് നല്ലപോലെ തോന്നുന്നുണ്ട്. ആർക്കും അവനവൻ്റെ കുടുംബത്തെ കാര്യങ്ങളോ അവനവൻ്റെ ഭാര്യമാരെ ഒന്ന് നോക്കാനോ. ഇപ്പോൾ ലേഡീസ് എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ചാനൽ ലേഡീസാണ് സപ്പോർട്ട് ചെയ്യുന്നത് കാണുന്നതും. അപ്പോൾ അവരോട് ഞാനിങ്ങനെ ഓരോ കാര്യം പറയും ചേച്ചി ശരിയാ ചേച്ചി, ഞങ്ങളുടെ ഹസ്ബൻഡൊക്കെ വന്ന് ഞങ്ങളുടെ നേരെ ഒന്ന് ഒരു 10 മിനിറ്റ് ഇരിക്കുവോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം സിനിമയ്ക്ക് കൊണ്ടുവരുന്ന നേരമില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുക എവിടെ പോകാൻ, ഏതെങ്കിലും പെണ്ണുങ്ങളുടെ മെമ്പർഷിപ്പ് ഉണ്ടോ? ഇപ്പോൾ ഈ പറഞ്ഞ് എൻ്റെ തന്നെ വല്ല മെമ്പർഷിപ്പ് ലൈവ് ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കി തപ്പി നടക്കുമായിരിക്കും ആൾക്കാർ. അതിനൊന്നും ആൾക്കാർക്കൊന്നും ഒരു നേരമില്ല. യൂട്യൂബ് നമുക്ക് അവിടെ നിന്ന് ഗൂഗിളിൽ നിന്ന് പൈസ തരുന്നു, നമ്മളെ ബുദ്ധി വെച്ച് കയ്യിലിരിക്കുന്ന ഫോണും കൊണ്ട് നമ്മളത് മേടിച്ചെടുക്കണം. ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും കുടുംബത്തിൽ നിന്നാണ് തരുന്നത്? അല്ലല്ലോ. അപ്പോൾ ഇഷ്ടമില്ലേ വേണ്ട, കണ്ടോ ഇഷ്ടമില്ല എന്തെങ്കിലും എഴുതിയിട്ടേക്കാം, നിൻ്റെ ഈ കാണിക്കൽ കൊള്ളൂല. അതിന് ഈ പാർട്സിൻ്റെയൊക്കെ പേരൊക്കെ എടുത്തെടുത്ത് പറഞ്ഞ് വൃത്തികെട്ട രീതിക്കുള്ള കമൻറ്റ് എന്തിനിടണം എൻ്റെ സഹോദരങ്ങളെ? എന്തിനിങ്ങനെയൊക്കെ നിങ്ങൾ ഇത്ര ബുദ്ധിമുട്ടണം? ഇത് കേസ് കൊടുത്തു പറഞ്ഞേ, കുറച്ച് വ്യക്തികൾ എന്നുള്ള രീതിയിലാണോ മൊത്തത്തിൽ ആണോ? എങ്ങനെ കേസ് വ്യക്തികളെ കൊടുത്തേ? എത്ര പേർക്ക്? മെയിനായിട്ട് 4 പേര്. ആ, അതിനകത്ത് ഒരു 2 ലേഡിയും 2 ആളും. ആ 4 പേർക്കെതിരെയാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇല്ല എനിക്ക് കമന്റുകളല്ലേ വന്നേ. അവരുടെ അക്കൗണ്ടും അവരുടെ മെയിൽ ഐ ഡി അല്ലല്ല അവരുടെ മെയിൽ ഐ ഡിയും ആ ചാനലിലെ ലിങ്കുമാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. 4 പേർക്കെതിരെ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പം വക്കീലിൻ്റെ അടുത്ത് പോയപ്പോൾ വക്കീലാണ് എന്നോട് ഞാൻ ഈ കമൻറ്റ് ഇങ്ങനെ കാണിച്ചത്. വക്കീൽ പറഞ്ഞു, നമ്മൾ ഈ വിളിച്ചേക്കുന്ന ഓരോ തെറിയില്ലേ, ആ ഓരോ തെറിക്കും ഇതിനെല്ലാം ഓരോ കേസ് എടുക്കാനുള്ള വകുപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കെല്ലാം കൂടി അങ്ങനെ കൊടുത്ത് നോക്കാമെന്ന് പറഞ്ഞ് സാറാണ് പറഞ്ഞിട്ട് അതെല്ലാം ആ കുറേ കമൻറ്റുകൾ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് സാർ അത് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തത്. അപ്പോൾ അങ്ങനെ വൃത്തിയുടെ രീതിക്കുള്ള കമൻറ്റുകൾ. ഹണി റോസ് കേസ് കൊടുത്ത് അതിനൊരു നല്ല രീതിയിലൊരു വിധി വന്നു, അതിനൊക്കെ ശേഷമാണല്ലോ ഇങ്ങനെ കേസ് കൊടുത്തത്? അല്ല എനിക്ക് അതല്ലേ എനിക്ക് വിഷമമായത്. ഞാൻ കൊടുത്തിട്ട് ഇന്നേക്ക് 28-29 ദിവസമായി. അതിന് മുന്നേ എൻ്റെ ലൈവ് ഞാൻ ഇട്ടിട്ടുണ്ട്. ആ ലൈവിൽ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഇങ്ങനെ കൊച്ചിനെ പറ്റിയുള്ള വൃത്തികെട്ട രീതിക്കുള്ള കമൻറ്റുകൾ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ ശരിയാക്കി തരാം, ഇന്ന് തന്നെ പോകാമെന്നും പറഞ്ഞ് ഞാൻ അന്ന് ലൈവ് കട്ടാക്കി അന്നാണ് നേരെ പോയി കേസ് കൊടുക്കുന്നത്.